ഗുഡ് മോർണിംഗ്. ഇന്ന് വിഷു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിലവിളക്കൊക്കെ കത്തിച്ചു. ഞാൻ വിഷുക്കണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചു. നമ്മൾ ഒരു വർഷത്തെ നമ്മുടെ ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആ ഒരു വിഷുക്കണിയൊക്കെ കാണുന്നതും. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചേട്ടനെയും മക്കളെയൊക്കെ വിളിച്ച് വിഷുക്കണിയൊക്കെ കാണിച്ചു. അതൊക്കെ കഴിഞ്ഞൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ റെഡിയായിട്ടുണ്ട്. മക്കളെയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഇളം വെയിലൊക്കെ വരുന്ന സമയം കേട്ടോ, ഈ രാവിലെ ഇങ്ങനെയുള്ള സമയത്ത് അമ്പലത്തിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും ചേട്ടനും മക്കളോടെ കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ അനിയനെയും കൂടെ കൂട്ടണം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവിടെയാണ് നമ്മുടെ വിഷു. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതാണ് ചേട്ടൻ്റെ വീട്. നമ്മൾ അക്കരയായിട്ടാണ് വീട്. വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് കണിക്കൊന്ന നിറയെ പൂത്ത് നിൽപ്പുണ്ട്. ഇതൊരു തവണ ഞാനും ചേട്ടനൂടെ കല്യാണം കഴിഞ്ഞ സമയത്ത് വിരുന്നിന് പോയപ്പോൾ കൊണ്ടുവച്ചാട്ടോ. നിറയെ പൂക്കളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവാണ്. അച്ഛന് കുറച്ച് സുഖമില്ലാണ്ടിരിക്കുന്നുണ്ട്, തന്നെ അമ്മയും പിന്നെ അനിയത്തിക്കും ഒക്കെ ഇപ്പം സുഖമില്ലാണ്ടിരിക്കുന്നുണ്ട്, അവളും വന്നിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടി മുണ്ടക്കയത്താണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. റോഡിലൊക്കെ തിരക്കൊക്കെ ആയി, ഇവർ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ റോഡിൽ തിരക്കുണ്ടായിരുന്നു. കടകളൊക്കെ അടഞ്ഞു കിടക്കുവാണ്. പിന്നെ അമ്പലത്തിൻ്റെ അവിടേക്ക് ചെന്നപ്പോൾ നിറയെ ജനമായിരുന്നു, ഭയങ്കര ആളായിരുന്നു. കൃഷ്ണൻ്റെ അമ്പലം കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല തിരക്കും. അങ്ങനെ നമ്മൾ വേഗം തന്നെ തൊഴുതിറങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. തൊഴുതിറങ്ങി വന്നപ്പോഴവിടെ പാൽപ്പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും പോയി 2 ഗ്ലാസ് പായസമൊക്കെ വാങ്ങി. പിന്നെ അമ്മ ആ വഴി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഇതാട്ടോ ചേട്ടൻ്റെ അനിയൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലേക്കും പോവാണ്. ഉച്ച കഴിഞ്ഞ് വേണം എൻ്റെ വീട്ടിൽ പോകാൻ. പിന്നെ നമ്മളവിടെ ഒരു ലേഡീസ് സെൻറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു. കൊച്ചിന് വണ്ടിയൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ. നമ്മളൊരു തോടിനക്കരയായിട്ടാണ് വീട്. തോടൊക്കെ ഇപ്പം വറ്റി വരണ്ട് കിടക്കുകയാണ്, കാരണം ഭയങ്കര ചൂടല്ലേ. തോട്ടിലൊന്നും വെള്ളമേ ഇല്ല. ഇത് തോടാണ്, പക്ഷെ കണ്ടാൽ പോലും പറയില്ല, കാരണം വെള്ളമില്ല. അങ്ങനെ വറ്റി വരണ്ട് കിടക്കുന്നു. പിന്നെ അതേ അനിയനാണ് മോളെ എടുത്തുകൊണ്ട് വരുന്നത്. എനിക്ക് ഈ ഒരു ആരോഗ്യ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം എനിക്കിങ്ങനെ കയറ്റം കയറാനും ഇങ്ങനെ ഇറങ്ങാനും കുറച്ച് ദൂരം നടക്കുമ്പോഴൊക്കെ കുറച്ച് ശ്വാസമുട്ടൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ദേ പുറകെ ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പിന്നെ അവിടുന്ന് തോടൊക്കെ കയറി കുറച്ചിങ്ങ് നടന്ന് വരണം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മുടെ മിട്ടു അവിടെ നിന്ന് നമ്മളെ നോക്കി ഒന്ന് കുറച്ചു. അപ്പോൾ അവളെ ഒന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കയറുവാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ ഒരു ചെറിയ തോതിൽ വിഷു ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ, പിറന്നാളായിരുന്നു. അങ്ങനെ നമ്മൾ കയറി ചെന്നു. അപ്പോഴത്തേക്കും മുറ്റത്ത് തന്നെ കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ കണ്ട് നേരെ പെരക്കകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അച്ഛന് ഒരു ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ കിടക്കുമായിരുന്നു. അച്ഛന് കുറച്ച് വയ്യാഴികയൊക്കെ ഉണ്ട്. അച്ഛനവിടെ കിടക്കുമായിരുന്നു. അമ്മ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അടുക്കളയിലൊന്ന് കയറി. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മക്കളൊക്കെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. അച്ഛമ്മ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, മക്കളുടെ കാര്യങ്ങളൊക്കെ അവിടെ ഡീലായിക്കോളും. അതൊക്കെ കഴിഞ്ഞിട്ട് അനിയത്തി അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. കുറച്ച് ഫൈനൽ ടച്ച് പരിപാടി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം വെളിയിൽ വന്നിരുന്നു. അന്നേരം അമ്മ എനിക്കിത് അടയൊക്കെ കൊണ്ടുത്തന്നു, വിഷുവട. അങ്ങനെ ഞാൻ ആ വിഷുവടയൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇങ്ങനെ വെളിയിൽ വന്നിരുന്നു കേട്ടോ. കുറേ നാളായി അങ്ങനെ ഇടയ്ക്കൊന്ന് വന്നിട്ട് നമ്മൾ വേഗം പോകും. പിന്നെ കഴിഞ്ഞ ദിവസം വന്ന് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്കിവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മൾ ഫുഡ് പരിപാടിയെല്ലാം കഴിഞ്ഞായിരുന്നു. ഒരുമാതിരി ഒതുങ്ങി കഴിഞ്ഞ സമയത്ത് മേളിൽ ടെറസിലൊക്കെ പോയി. അപ്പോൾ നമ്മുടെ കണിക്കൊന്നയും ആ ഒരു വ്യൂ ഒക്കെ കാണാൻ കുറേ നാൾക്ക് ശേഷമാട്ടോ ഞാനവിടെ ടെറസിലൊക്കെ കയറുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് അനിയത്തിയുടെ കൂട്ടുകറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ആ കൂട്ടുകറിയുടെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ കണ്ടു. അപ്പോഴത്തേനും അവൾ പറഞ്ഞു, ചേച്ചി എന്നാൽ പാലട പായസം റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പായസത്തിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഈസി പായസം മിക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടി ഏറ്റെടുത്തു. നമ്മുടെ പായസമൊക്കെ റെഡിയായി. ഫൈനലായിട്ട് പപ്പടമൊക്കെ കാച്ചി കുറച്ച് കൊണ്ടാട്ട മുളകും കൂടെ വറുത്തു. പിന്നെ അടുത്ത ഫൈനൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഇല വെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മ ഇല വെട്ടാനായിട്ട് പോയപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ദേ ഇവിടെ ഇലയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. അങ്ങനെ അമ്മയ്ക്ക് അവസാനം ഇലയൊക്കെ കിട്ടി. മക്കൾക്ക് വേറെ ഇല ഫസ്റ്റ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കുള്ള ഇലയും കൂടെ വെട്ടി. പിന്നെ അപ്പോഴും ദാണ്ടെ അവളെന്നെ നോക്കി ഒന്ന് പേടിപ്പിക്കുന്നൊക്കെയുണ്ട്.
വല്ലപ്പോഴൊക്കെയല്ലേ വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് സിനിമയൊക്കെ കണ്ട് ഞങ്ങളവിടെ ഇരുന്നു. എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാറും അവിയൽ, കൂട്ടുകറി, പുളിശ്ശേരി, കാളൻ, മാങ്ങാച്ചാറ്, നാരങ്ങ അച്ചാറ്, പിന്നെ തോരൻ, പിന്നെ എന്താണ് കൊണ്ടാട്ടം മുളക്, പപ്പടം, മോര്, പച്ചമോര്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാലട പായസവും. മോൾക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്തു. മോനാണെങ്കിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തായിരുന്നു കേട്ടോ. അവൾ ഒരു രക്ഷയില്ല, അവൾ ഭയങ്കര അലമ്പായിരുന്നു, ഉറക്കമൊക്കെ വന്നിട്ട്. അപ്പോൾ അവളെ ഇലയിലൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരി കുറച്ച് നേരമൊക്കെ കഴിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് പോയി. ഞാൻ അവസാനം പാലടയൊക്കെ കൂട്ടി പായസമൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തു. വൈകുന്നേരം ഒരു 5 മണി വരെ അവിടെ റെസ്റ്റിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് കടുങ്കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്മയും എൻ്റെ അനിയനും കൂടെ നമുക്ക് മുണ്ടക്കയത്തേക്ക് വരുമെന്ന് പറഞ്ഞു. പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുക്കണം. അങ്ങനെ മക്കൾക്ക് 2 പേർക്കും ഡ്രസ്സൊക്കെ വാങ്ങി നേരെ നമ്മൾ ലാബിലേക്കാണ് വന്നത്. അപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു അലർജി ഇഷ്യൂസൊക്കെ, കൈയൊക്കെ ചൊറിച്ചിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൊണ്ട് കാണിക്കാൻ വേണ്ടി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് കയറി കണ്ടിട്ടൂടെ പോകാമെന്ന് വിചാരിച്ചു. ലാബിൽ വന്നു. ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു റിസൾട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. കടകളൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അവിടെ തിരക്കേ ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം മുണ്ടക്കയത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ അവിടെ ഡോക്ടറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കാഷ്വാലിറ്റി ഡോക്ടറായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കാണിച്ചു, മരുന്നുമൊക്കെ വാങ്ങി. പിന്നെ നമുക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അത് പിന്നെ കാണാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് ചിക്കനൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നപ്പം അമ്മ റൈസും ചിക്കനും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളൊക്കെ അവസാനിച്ചു. താങ്ക് യു.